ഇട നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നു പോയോ? എടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ മരിച്ചിട്ട് 10 വർഷമായിട്ട്. അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ട്. ഐ എം മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ, സന്തോഷം. എവിടെയോ കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത് അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. നീയായിരുന്നോ? കള്ളനോ? കണ്ടില്ലേ കള്ളൻ? ചിലപ്പോഴൊക്കെ കള്ളന്മാര് കാറിൽ പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും. ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും? എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടീസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ കക്കൂസിക്കാരെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ! മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇപ്പോഴത്തെ മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ജംഗ്ഷനല്ല, വെറും ഉണ്ണികൃഷ്ണൻ. എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി.
എടോ എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ എടോ കയ്യിൽ അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാലേ ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടോ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട അല്ല മുതലാളി. പോരാ എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. മുതലാളി അളിയൻ, മുതലാളി അളിയൻ, അളിയാ, അളിയാ, ഞങ്ങൾ അളിയാ, ഓടുന്ന അളിയാ വീഴും. അളിയാ നിൽക്കവിടെ. അയ്യോ അയ്യോ അളിയാ നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ നീ ഒറ്റ ഒരുത്തരല്ല കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ല. നിന്നെയും ഗായത്രി ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെ ഞാൻ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല രാമൻ. രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്ഡ്. പോവാ മുതലാളി. എന്തൊരു ആത്മാർത്ഥ കേറ് മുതലാളി. കേരടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി അവൻ പോണു. മുതലാളി, മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ. കണ്ടോ? കണ്ടില്ല. രക്ഷപ്പെട്ട്. എടാ നിന്നെ ഞാൻ ഇന്ന് ശരിയാക്കടാ. അമ്പടാ. ഇതിലില്ലേ? എടാ നിന്നെ എന്റെ കയ്യിൽ കിട്ടൂടാ. നീ എന്താ ഇവിടെ നിക്കണേ? എന്താ? എടാ നമ്മുടെ വീട്ടിനകത്തൊരു കള്ളം കയറി. ആണോ? നീ എന്തെങ്കിലും ഒച്ച ബഹളം കേട്ടാ അപ്പ എന്നെ വിവരം അറിയിക്കണം കേട്ടോ. കവല നോക്കല്ലേ? നോക്കിയോ നോക്കിയോ. വെട്ടി അരിഞ്ഞ് ആരോ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞു. ആണോ? ഇനി ഒരാളും കൂടെ പറയാനുണ്ട്. രണ്ടിന് ഭയങ്കര ഉജാലയുടെ മണം. ഇട മുതലാളി ഇതിനകത്തുണ്ട്. മുതലാളി ഞാൻ പറഞ്ഞു വിട്ടോളാം. നീ ചെല്ല്. കൊത്തി കൊത്തി അരിയിക്കാൻ. എന്താ? ഒന്നുമില്ല. എന്താ പിന്നെ പറയണ്ടേ? കള്ളനെ കണ്ടോ? കണ്ടു. എവിടെ? മോളില്. അവിടെ അവിടെ. സദാശിവ എന്താ ഇവിടെ? വെളിയിൽ നിന്ന് ആരോ വീട്ടിനുള്ളിൽ കയറിയിട്ടുണ്ട്. ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ജയിലിൽ വെച്ചാണ്. സത്യം പറയടാ, നീ എന്തിനാ ഇവിടെ വന്നേ? അയ്യോ ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ്. അന്നയുടെ മുതല് കൊണ്ടുപോകുന്ന കളവെന്ന് പറയുന്നത്. അയ്യോ ഞാൻ നേരിട്ട് കണ്ട് കൊണ്ടുപോകാൻ നീ മിണ്ടിപ്പോരുത്. ആരെ കൊണ്ടുപോകാൻ വന്നതാണെന്നാ നീ പറയുന്നേ? എന്റെ മുതലാളിയെ. മുതലാളിയോ? ആരാണ് നിന്റെ മുതലാളി? എന്റെ മുതലാളി അറിയില്ലേ? എന്റെ മുതലാളി, എന്റെ മുതലാളി. ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാൻ. നീ വാലെടുക്ക്. ബാക്കി ഞാൻ ഏറ്റു.
പറഞ്ഞല്ലോടാ ഞാൻ പൊളിച്ചു തരാം ചേട്ടാ വിട്. ഞാനല്ല ഇവൾ നിർത്ത് നിർത്ത് എന്ത് തെമ്മാടുത്തരെ കാണിക്കുന്നേ? തെമ്മാടിത്തരോ? തെമ്മാടിത്തരം കാണിച്ചതേ നിങ്ങൾ പുന്നാരെ ആങ്ങള. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചാണ് കേട്ടോ, അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ ഇവനെ എടാ പുന്നാരെ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ വന്ന് കാണുക. ഹോ! സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം എങ്ങോട്ടാണ് കളമാരി തുറക്കണ്ടേ? താക്കോല് വേണ്ട മണ്ടന്റെ അച്ഛൻ. താക്കോല് എവിടാ? താക്കോല് തലോണന്റെ അടിയിൽ. പതുക്കെ. എവിടെ തലോണം? അവിടെ. ഹലോ ഹലോ, മുരിങ്ങാത്തറ കുരുവിള സാറിന്റെ വീട്ടിലെ സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. ഇതെന്താണത്? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. എടാ മണ്ട, ചെയ്യാൻ സിഐഡി ബുദ്ധിയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആദ്യം സിപ്പ് ഇട്. ഇവിടുത്തെ സിഐഡി അല്ലേ, തല്ലത്താൻ പിടിച്ചാ മതി. ആനക്കാട് പപ്പൻ നിന്റെ ഒരു ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടിയടാ, കിട്ടി. കിട്ടും, നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടെന്ത് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തേക്കാലിലെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നോട്ടെ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയപ്പോഴൊരു ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു അല്ലേ? നിനക്കും വെടികൊണ്ടോ? ഏയ്, പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലിന്റെ ഉപ്പൂറ്റിയുടെ ഈ മെഡലിയുടെ ബ്ലാങ്കറ്റ് ഇല്ലേ, അതിന്റെ ആ ബ്ലാങ്കറ്റയുടെ മിഡില് ഫെബ്രുവരി 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോടാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ ചലോ ചലോ.
ചലോ ചലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപ്പകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരാം. അയ്യോ മൂർച്ച പോരാ. തോട്ടം അത്ര ശരിയല്ല. പണിയണ തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ. സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരുത്. നീ നോക്കിക്കോ. പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു. തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ ഈ പാടും എന്നാ പാടും? പിന്നെ അത് പറിക്കാനുള്ള ഒരു കഷ്ടപ്പാടും. ഓ ആ പാടും. എന്താണ് കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കിയിരിക്കാതെ കള പറിക്കണ. കള പറിച്ചോണ്ടിരിക്കല്ലേ. ഇതാരാണെന്ന് നോക്ക്. ഉണ്ണി, നീ ഇറങ്ങി വന്നേ. നീ എന്നെ ഓർക്കുന്നോ? പഴയ കിച്ചൻകുട്ടി ആളാകെ മാറി. കയ്യത്തെ തമാശ, ഇവന്റെ പഴയ തമാശ ഒന്നും കളഞ്ഞിട്ടില്ല. കൃഷ്ണൻകുട്ടി, നിങ്ങൾ താലി കെട്ടി കഴിഞ്ഞ് പോവല്ലേ? കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നിങ്ങൾ പുറകെ എത്താം. അത് പറ്റൂല. ഉണ്ണി ആദ്യമായിട്ട് ഈ നാട്ടിൽ കാലുകുത്തുന്ന എന്റെ കല്യാണത്തിനാ. എന്റെ ഭാര്യ പരിചയപ്പെടാം, വാ. അല്ല കൃഷ്ണൻകുട്ടി, ഞാൻ അല്ല ഉണ്ണി ഉണ്ടട്ടെ വരുന്നുള്ളൂ. നീ വാ, എന്റെ കൂടെ വാ. ഉണ്ണട്ടെ. ഇതെന്റെ ഭാര്യ. ആഗ്രഹിച്ച് മോഹിച്ചും കാത്തിരുന്ന് കെട്ടിയതാ. ഇതല്ല, ഇത് അമ്മ. മാറിയടാ. ഇതെന്റെ ഭാര്യ. ഇത് ഉണ്ണി, എന്റെ കുളിക്കാട്ടുകാരന, കളിക്കൂട്ടുകാരന. സിനിമയിലാണ് ജോലി. സിനിമയിലാ. ക്യാമറമാനാണ്. എന്നെ സിനിമയിലേക്ക് എടുക്കാനുള്ള പരിപാടിയാ. ഒക്കെ എന്റെ ഭാര്യയുടെ ഭാഗ്യം പോലെ. ഇതിനൊരു സിബ് പിടിപ്പിച്ചിട്ട് വരാം. വേഗം വരണം. പനമുട്ടാതെ. കൃഷ്ണൻകുട്ടി, ഇതിന്റെ കൈ ഒന്ന് തുന്നിയ വേഗം. എന്തു പറ്റി? അതിർത്തി തർക്കം. ഞാൻ എന്റെ തറവാട്ടിലെ അവകാശം ചെന്നേ വിധിയായി വലിയായി ഒടുവിൽ ഇങ്ങനെയൊക്കെ. അയ്യോ, അത് തീർന്നില്ലേ? എവിടെ തീരാൻ? ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ്. 48 സെന്റ് ചില്ലുവാനം. ചില്ലാനെന്ന് ചില്ലുവാനം വെച്ചാൽ 6 ലിങ്സ് വരും. ഇതാണ് കിഴക്കേ അതിരി. നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ. അതെ, അതിലേ ഒരു 20 സെന്റ് സ്ഥലം. ഇങ്ങനെ അമ്മനെ പറ്റിച്ച് ചേട്ടന്മാരെ എഴുതി വാങ്ങിച്ചു. വില്ലന്മാരെ. പിന്നെ ഈ കാണുന്ന 16 സെന്റ് സ്ഥലം അച്ഛന്റെ 16 നടത്താൻ വിറ്റ് തുളച്ചി. പിന്നെ ഈ 18 സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയെ മുറിച്ചു വെച്ചു. അത് പെങ്ങളുടെ കല്യാണത്തിനല്ലേടോ? അവിടെ കിട്ടേ അത് കേസിൽ കിടന്ന പറമ്പാണ്. അതെ, ഇനി ഞാനും 2 പെങ്ങന്മാരുണ്ടേ. പെങ്ങന്മാർ ഇനിയുണ്ടോ? തന്റെ പെങ്ങന്മാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കണ? അവർക്കുള്ള വീതം പെങ്ങന്മാർക്കുള്ളത് അതവിടെ ഇരിക്കട്ടെ. പിന്നെ എനിക്കുള്ളതാണ് ഈ 8 സെന്റ്. അപ്പൊ ഒരു 6 ലിങ്സ് കാണും. 6 ലിങ്സ് വഴിക്ക് പോയില്ലേ? ഓ, വഴി വഴി വഴി. അത് മാറ്റി പോയി. ബാക്കി 8 സെന്റിൽ തനിക്കൊരു വീട് വെച്ചൂടെ? എങ്ങനെ വീട് വെക്കാൻ? എന്താ
എന്താ ഇത്? കുളം 6 സെന്റ് കുളം അല്ലേ? അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെയാ വീട് ആ, കുളത്തിൽ എങ്ങനെ വീട് വെക്കുന്നു ഞാൻ ചോദിച്ചതിനെ ചേട്ടന്മാരുടെ തല്ലി ആവശ്യത്തേക്ക് 5 സെന്റ് ഇത് വഴി ഇത് ചില്ലാനും. അതൊക്കെ വീട് ആ. എന്റെ അളിയൻ വന്നെന്ന് കേട്ട് അതാ ഞാൻ ധൃതി പിടിച്ചിട്ട് പോകുന്നത്. നീ കണ്ട കൃഷ്ണൻകുട്ടി ഉവ്വാ. എങ്ങനെ വില ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വലിയ നിലയിലല്ലേ ആഹാ, എന്താ ബിസിനസ്? എക്സ്പോർട്ടിങ്. മുണ്ടില്ലേ മുണ്ട്, അതിന്റെ എക്സ്പോർട്ടിങ്. കല്യാണ ചെറുക്കം മുതൽ പ്രായമായ അപ്പന്മാർക്ക് വരെ മുണ്ട് എക്സ്പോർട്ട് ചെയ്യും. ദൈവമേ, എക്സ്പോർട്ടിംഗ് ആണ്. അപ്പ ഇമ്പോർട്ടിംഗും കാണും. വേഗം ചെല്ലി, ഇല്ലെങ്കിൽ ഇമ്പോർട്ടിങ് നടക്കും. ആ. മുണ്ട എന്നാ. ആ. 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 അപ്പൊ ശരി എന്നാൽ ആ. വനജേ, വണ്ടി വിട്ടേ. ഒരാളെ ഒരു അപകടത്തിലേക്ക് പറഞ്ഞുവിടുമ്പോ എന്തൊരു മനസമാധാനം എന്നറിയാമോ? ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമിതാ. ഈ കുളത്തിൽ എങ്ങനെ അവൻ വീട് വെക്കണത്? ദൈവമേ, പോലീസുകാരന്റെ തുണിയിലാണോ വീതം വെച്ച് കളിച്ചത്? ഓമനക്കുട്ട, കൃഷ്ണകുട്ടി, എനിക്കും അടിക്കണ 2 പാന്റ്. ഓ, ഭാസ്കരേട്ടനും കൂടി പാന്റ് എടുക്കുമ്പം നമ്മുടെ ഗ്രാമം പാൻസിന്റെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടും. ഇതെന്താടാ പാന്റ് നീ വാടകയ്ക്കും കൊടുത്തു? അതെ, അടുത്തുള്ള ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും കല്യാണം മറ്റോ വിളിക്കാനായിട്ട് മുണ്ടെടുത്ത് വന്നാല് ഇവിടുന്ന് പാന്റ് എടുത്ത് അവർക്ക് അപമാന ഭീതി ഇല്ലാതെ നടക്കാം. ആ. മണിക്കൂറിന് 10 രൂപ 75 പൈസ. എന്താടാ 75 അത് അലവൻസ് ആണ്, വാഷിംഗ് അലവൻസ്. ആ. നീ കൊറേ നേടുന്നുണ്ടല്ലോ. ഇത് റോൾഡ് ഗോൾഡാ. അളവെടുക്കട്ടെ. ആ, നിക്ക്. നിക്കല്ലേ, ഒരു പാന്റ് അടിക്കാൻ എന്താടാ കൂലി? കൂലിയല്ല, ഫീസ് 150 രൂപ ഉള്ളൂ. 150 രൂപയെ? ഞാൻ ഒരു 50 രൂപ വരും. അയ്യോ, 50 രൂപയ്ക്ക് ട്രൗസർ അടിക്കാനേ പറ്റുള്ളൂ. ട്രൗസർ മതി. ആ, എന്നാ അളവെടുക്കട്ടെ. ഇതെന്താ ഇത്? ട്രൗസർ ആകുമ്പോ വള്ളി വേണ്ടേ? പള്ളി വേണ്ട, പള്ളിക്കുള്ള തുണി തയ്യില്ല. ആണോ? അപ്പൊ ഇവിടെ നിന്ന് എടുക്കാം അല്ലേ? അയച്ചിട്ട് മേലെ ഇറക്കം ഇത് മതി. അയച്ചിട്ട് വിടുത്താ. അരയിഞ്ച്. അല്ല, ആ ചെരുപ്പ് വരെ ഇരുന്നോട്ടെ. ചെരിപ്പ് വരെ അല്ലേ? അല്ല, ചെരിപ്പ് വരാകുമ്പോ അത് പാന്റ് ആവൂലേ? പാന്റ് വേണ്ട, ട്രൗസർ. ചെരുപ്പ് വരെ നീളമുള്ള ട്രൗസർ അല്ല, 2 എന്നാലും ഈ ഇറക്കം കൂടാൻ നേരത്ത് 2 മതി. ഈ പാന്റ് എന്താടാ? ഒന്നുമില്ല. അതെ, ഇന്നീ അപ്പൊ എന്നാ ഞങ്ങൾക്ക് ട്രൗസർ മതി. അയ്യടാ, ട്രൗസർ എടുക്കാൻ പറ്റിയ ഒരു പ്രായം. ഇല്ല, ഇല്ല, ഇല്ല. എല്ലാം പച്ചക്കള്ളം. ഞാൻ ബോംബെ കണ്ടിട്ട് പോലുമില്ല. നീ ബോംബെ കണ്ടിട്ടില്ല? ഇല്ല. എനിക്കിപ്പോ കണ്ടിട്ട് വേണം. തെണ്ടി തയ്യക്കാരാ. എന്താടി ഈ കാണിച്ചത്? വെളിച്ചപ്പെടാ ചവിട്ട് വെച്ചെന്നാണല്ലോ. അവൻ ഡയലോഗ് തെറ്റിച്ചിട്ടില്ല. ഈശോയെ ബോധം പോയാ? അവന് ബോധം പണ്ടേ ഇല്ല. അത് കാര്യം വെക്കണ്ട, വിട്ടേക്ക്. ആരും പോകരുത്, നാട് കണ്ടിപ്പോ പുനരാരംഭിക്കും. എന്ത് പണിയാണ് അതൊന്നും